ഫുഡ് സേഫ്റ്റി എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, നവംബറിലെ എക്സാം കലണ്ടറും വന്നു. അതിലും ഫുഡ് സേഫ്റ്റി എക്സാം ഇല്ല. അപ്പോൾ ഇനി എന്നായിരിക്കും ഫുഡ് സേഫ്റ്റി എക്സാം എന്നാണ് എല്ലാവരുടെയും സംശയം. പക്ഷേ നമുക്ക് ഏകദേശം ഏത് മാസമാണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ജെന്യുവനായിട്ടുള്ള സോഴ്സിൽ നിന്നും അറിഞ്ഞതാണ്. അതുകൊണ്ട് ഒരു 50% അത് വിശ്വസിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ 5 മാസം മുമ്പിലുണ്ട്. കിട്ടുന്ന അത്രയും സമയം നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല റാങ്കുകളിൽ എത്തുന്നതാണ്. ബുക്സ് വാങ്ങിച്ചിട്ടുള്ളവർ ആ ബുക്സിൻ്റെ ഓർഡറിൽ പഠിച്ചു പോയാൽ മതി. ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. അതിനൊപ്പം തന്നെ വീഡിയോയും കേൾക്കുക. കൂടാതെ 1-2 എക്സ്ട്രാ വീഡിയോസും കൂടി കാണുന്നത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും. ഇതുകൂടാതെ നമുക്ക് ടെലിഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ടെലിഗ്രാമിലൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. ബുക്സ് ഇപ്പോഴും നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുക്സ് വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള MCQ ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഡോക്ടർ രാഹുലാണ് MCQ ബുക്കിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ നമ്പറും കൊടുത്തേക്കാം. ഡോക്ടറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ MCQ ബുക്കും ഒരു 3 ഡേയ്സിനുള്ളിൽ കിട്ടുന്നതാണ്. ഇനി എക്സാം ഡേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഏത് മാസമാണെന്ന് നോക്കാം. മിക്കവാറും അത് ജെന്യുവനായിട്ടുള്ളൊരു സോഴ്സിൽ നിന്ന് നമ്മൾ കേട്ടത് കൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. ജനുവരി 2nd വീക്കിലേക്ക് കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുമ്പിലൊരു 4 മാസത്തിൽ കൂടുതൽ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. പരമാവധി ഉപയോഗിക്കുക. ഇനിയും നിങ്ങൾ ഉഴപ്പരുത്. അടുത്ത വർഷമാണ് എക്സാം എന്ന് പറയുന്നുണ്ടെങ്കിലും അടുത്ത വർഷം എന്ന് പറയുമ്പോൾ അടുത്ത വർഷം ഫസ്റ്റ് മന്ത് തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ ഇങ്ങെത്തും. ഇതാന്ന് പറയുന്നതിനുള്ളിൽ ഈ 4 മാസമൊക്കെ കഴിയും. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. പലരും പഠിച്ച് തുടങ്ങിയിട്ടില്ല. കാരണം പലർക്കും PG എക്സാംസും മറ്റ് എക്സാംസൊക്കെ ഉള്ളതുകൊണ്ട് തുടങ്ങുന്നേ ഉള്ളൂ. എക്സാം ഡേറ്റ് വന്നിട്ട് നോക്കാമെന്ന് കരുതുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പല ടൈപ്പ് ഓഫ് ആളുകളാണുള്ളത്. അപ്പോൾ കുറേ കുട്ടികൾ പഠിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം വൈകിയിട്ടില്ല, നിങ്ങൾ ഒട്ടും തുടങ്ങിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേനൊക്കെ അത്രയും ഒരു കോമ്പറ്റീഷൻ ഈ പ്രാവശ്യം തോന്നുന്നില്ല. കാരണം ഒരുപാട് PSC എക്സാംസുകളുണ്ട്. എല്ലാവരും പല വഴിക്ക് പോകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 50,000-ന് മുകളിൽ സാലറി ഉള്ള ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. ഉറപ്പായിട്ടും പഠിക്കുക. ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.